എവിടെ നോക്കിയാലും കടല് മാത്രം കാണുന്ന ഈ ഒരു ഐലൻഡിലാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ നിൽക്കാൻ പോണത്. നല്ല തെളിഞ്ഞ നീല കളർ വെള്ളം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൽദീവ്സിന്റെ ലുക്ക് തന്നെ. സോ ബനാന ഐലൻഡിലാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേക്കേഷൻ. അപ്പോ ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റോളം നമുക്കൊരു ബോട്ട് റൈഡ് ഉണ്ട് കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ബോട്ട്. അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. നല്ല സ്പീഡിൽ തന്നെയാണ് ഇത് പോണത്. ഇടയ്ക്ക് വലിയ തിരമാല കടിച്ചിരുന്നു ചില്ലുമ്മയ്ക്ക്. ഫൈനലി ഞങ്ങൾ ഇതാ ഇവിടെ എത്തി. എന്താ ഭംഗി, എന്താ ചന്തം. അപ്പൊ ഞങ്ങൾ നേരെ പോയിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ആ ഒരു ഫാനിന്റെ ചിറക് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ ഒരു അൾട്രാ പ്രീമിയം സെറ്റപ്പ്. ഇതായിരുന്നു ഞങ്ങളെ റൂമിന്റെ ബാൽക്കണി എന്നുള്ള വ്യൂ. നല്ല കാറ്റും ഉണ്ട്. ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടും നമുക്ക് പോവാൻ തോന്നൂല, അത്രയും രസമായിരുന്നു. ബാത്റൂമിൽ തന്നെ ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. 2-3 ഡോറൊക്കെ ഉണ്ട്. പുറത്തേക്ക് വെക്കുമ്പോ അതാ വാട്ടർ സ്പോർട്സ് ഒക്കെ തുടങ്ങിയിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയിട്ട് ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ അങ്ങോട്ട് ഇറങ്ങി. നടക്കേണ്ട കാര്യമില്ല, നമ്മളെ ബഗ്ഗി വരും കൊണ്ടുപോകാൻ. നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലാട്ടോ. നല്ല തണുത്ത കാറ്റ്. ഇതൊക്കെ കണ്ടപ്പോ തന്നെ പൂതി ഇങ്ങോട്ട് മതിയായിട്ടോ. ഞങ്ങളെ കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ഇപ്പോഴാണ് ഞങ്ങക്ക് പറ്റിയൊരു സാധനം കണ്ടത്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേന് പകരം ഇങ്ങോട്ട് ഇരുന്നിട്ടാണ് ഞാൻ ആടണത് ഗൈസ്. അത് ആട്ടിത്തരാൻ വിഷ്ണുവായിട്ട്. പല ടൈപ്പ് അഡ്വഞ്ചേഴ്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, വാട്ടർ തീം പാർക്ക് പോലെ ഉണ്ട്. അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആട്ടോ. എന്തിനു പറയുന്നു, സിനിമ തിയേറ്റർ വരെ ഉണ്ട്. ഞങ്ങള് നല്ല തണുത്ത് വിറയ്ക്കണ കാറ്റും കൊണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. രാത്രി ആയപ്പോ വേഗം പോയി കുളിച്ച് വന്നിട്ട് നല്ല ചൂടോടുക്കാനുള്ള ഫുഡും കൂടി അങ്ങോട്ട് കഴിച്ചു.